അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പ് കൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 3/4 കപ്പ് ഷുഗർ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാൽക്കോവ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ എടുത്ത് വയ്ക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി ഗീ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഗീ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഗീ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി എടുക്കണേ, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് RKGയുടെ നെയ്യാണ് കേട്ടോ. ഗീക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ബട്ടർ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഗീ വെച്ച് ചെയ്യുമ്പോൾ. ഏകദേശം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗീ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് വരണം. ഇനി നമുക്കിത് 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം, പക്ഷെ പാൽപ്പൊടി ഇടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും, അപ്പോൾ ഉണ്ടെങ്കിൽ ഇടണേ. ഇനി ഇതിലേക്ക് നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ 3/4 കപ്പ് എന്ന് പറയുന്നത് പൊടിച്ച പഞ്ചസാര 3/4 കപ്പാണ്, അല്ലാതെ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിച്ചതല്ല. ഇപ്പോൾ ഏകദേശം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3/4 കപ്പോളം കിട്ടും. ഞാൻ ആദ്യം ഗ്ലൗസ് ഇട്ടാണ് മിക്സ് ചെയ്തത്, പക്ഷേ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് ഞാൻ ഗ്ലൗസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതൊരു ഹാർഡായിട്ട് തോന്നാം, ഇതെങ്ങനെയാണ് സോഫ്റ്റ് ആവുന്നില്ലല്ലോ എന്ന് തോന്നാം, പക്ഷേ കുഴപ്പമില്ല. അത് കുറച്ച് നേരം നമ്മൾ കൈകൊണ്ട് കുഴച്ച് കഴിയുമ്പോൾ കയ്യിൽ ആ ചൂട് കൊണ്ട് ഗീയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ നല്ല കറക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾ ഒരു 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, സെറ്റായി കിട്ടും.
ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട. 5 മിനിറ്റിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡായി പോവും. ഞാൻ കട്ട് ചെയ്യുന്നത് സ്ക്വയർ പീസുകളായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലെ കുറച്ച് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിവിടെ ഫോട്ടോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ സ്ക്വയർ പീസുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. സാവധാനം സൂക്ഷിച്ച് കട്ട് ചെയ്യണേ, കാരണം വളരെ സോഫ്റ്റാണിത്. അപ്പോൾ സമയമെടുത്ത് പതുക്കെ കട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. ഓരോന്നും സൂക്ഷിച്ച് ചെറുതായി ചെറുതായി സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്യുക. ഇപ്പം എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്ര സോഫ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സോഫ്റ്റായിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കണേന്ന്. സോഫ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും വായയിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പാൽക്കോവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞതുപോലെ ഹെൽത്തി അല്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.